എൻ്റെ പേര് മിനി ജോബി. ഞാൻ കോഴിക്കോട് ജില്ലയിലുള്ള താമരശ്ശേരി രൂപതയിൽപ്പെട്ട കുണ്ടുതോട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ജൂണിൽ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് പക്ഷേ ഉടമ്പടിയൊന്നും എടുത്തിരുന്നില്ല. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാനിവിടെ കൃപാസന മാതാവിനെ പറ്റി അറിയുന്നത്. അങ്ങനെ 2022 നവംബർ 12 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ എഴുതിയിരുന്നു. അതിലൊന്നാമത്തെ നിയോഗം, ഞങ്ങൾ 23 വർഷമായിട്ട് വീടില്ലായിരുന്നു. പിന്നെ ഓരോ ഷെഡിലും ഒരൊറ്റ മുറി വീട്ടിലൊക്കെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. വീട് വെക്കാനുള്ള സാമ്പത്തികമില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഒത്തിരി ആഗ്രഹിച്ചു. ഒരു 10 വർഷം മുൻപ് ഞങ്ങളൊരു വീടിന് തറ കെട്ടിയിരുന്നു. തറ കെട്ടിയതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തർ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിപ്പിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ വീട് പണി തുടങ്ങണമെങ്കിൽ കുറച്ച് തടസ്സങ്ങളുണ്ട്, തുടങ്ങി കിട്ടിയാൽ സാരമില്ല, അങ്ങനെ എന്ത് ചെയ്തിട്ടും തുടങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ 2022 നവംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പ്രകാരം ഒരു 4 മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വീടിൻ്റെ തറയിൽ നിന്ന് കല്ലിറക്കാനും, തറ കെട്ടി ഓൾറെഡി ഇട്ടതാണ് 10 വർഷം മുന്നേ, കല്ലിറക്കാനും അങ്ങനെ വീട് പണി പതുക്കെ തുടങ്ങാമെന്നുള്ളൊരു ആഗ്രഹം വരികയും ആകെ ഒരു 2 ലക്ഷം രൂപയെ കയ്യിലുള്ളൂ. എന്നാലും വേണ്ടിയാൽ ആ പൈസ തീരുന്നിടം വരെ തുടങ്ങാമെന്ന് കോൺട്രാക്ട് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തൊരു 4 മാസം കഴിഞ്ഞപ്പം വീടിൻ്റെ പണി തുടങ്ങി. പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പല സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് സഹായങ്ങളും ഗോൾഡ് പണയം വെക്കാൻ ഓരോരുത്തർ സഹായിക്കുകയും അങ്ങനെ എല്ലാം കൂടി 8-9 മാസം കൊണ്ട് വീട് പണി കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ടൈലൊഴികെ ബാക്കിയെല്ലാം പൂർത്തീകരിച്ച് ഉടമ്പടി എടുത്ത ആ മാസത്തിൽ 1 വർഷം തികയുമ്പോൾ നവംബർ 26, അതായത് ഒരു 3 മാസം മുൻപ് ഞങ്ങൾ വീട് വെഞ്ചരിച്ച് അതിനകത്ത് താമസം മാറി. നല്ലൊരു വീട് തന്നു. കണ്ടവരെല്ലാം പറഞ്ഞ് ഭയങ്കര ഭംഗിയുള്ളൊരു വീടാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ആരെയും കഴിവല്ല, ഞാൻ ആലപ്പുഴയിൽ പോയിട്ട് ഉടമ്പടി എടുത്ത് കൃപാസന മാതാവ് തന്ന വീടാണ്. ഞങ്ങളുടെ എല്ലാ റൂമിനും മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വീടിൻ്റെ പണി തുടങ്ങുമ്പോഴെല്ലാം 5:30 എഴുന്നേറ്റ് കൊന്തകൊണ്ട് വീടിന് ചുറ്റും നടന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു വീട് ഞങ്ങൾ നേടിയെടുത്തു. പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ച് കടങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മോന് ഗൾഫിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അപ്പം മോന് റേഡിയോഗ്രാഫറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അപ്പം മോൻ പറഞ്ഞ് 2 വർഷമായപ്പോൾ എക്സ്പീരിയൻസ് 2 വർഷത്തെ മിംസിൽ, കോഴിക്കോട് ജില്ലയിൽ മിംസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത്. അപ്പം പറഞ്ഞ്, ഇനി മമ്മി എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, UK പോയാലോ. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ 2ാമത്തെ നിയോഗം അത് വെച്ചായിരുന്നു. അവന് UK പോകാൻ തോന്നിക്കണമെന്ന്, ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടണം, അവിടെ പോയി കഷ്ടപ്പെടരുത്. അങ്ങനെ UK പോകാനുള്ള 98,000 രൂപ കൊടുക്കണം. ഈ വീട് പണീൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ, ആ രജിസ്ട്രേഷൻ കിട്ടിയാൽ IELTS എഴുതണ്ട. അപ്പോൾ അങ്ങനെ അവർക്കായിട്ടൊരു രജിസ്ട്രേഷൻ നമ്പറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു. ഞാൻ ചെറിയൊരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ചിട്ടിയെല്ലാം കൂടി സമ്പാദിച്ച് വെച്ചൊരു പൈസ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട്, പേടിയായിരുന്നു കയ്യിൽ നിന്ന് പോയാൽ അത് പോകുമോ. അങ്ങനെ അത് ഞാനങ്ങ് കൊടുത്ത് 98,000 രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തി. രജിസ്ട്രേഷൻ കിട്ടി. 1 വർഷത്തിനുള്ളിൽ പോയില്ലെങ്കിൽ വീണ്ടും നമ്മൾ പൈസ അടച്ച് പുതുക്കണമായിരുന്നു. അങ്ങനെ ഞാനിവിടെ നിന്ന് മാതാവിനോട് നിയോഗം വെച്ചു. കഴിഞ്ഞ നവംബറിൽ വന്നു. ഞാൻ ഉടമ്പടി എടുത്തപ്പം വെച്ചു, മാതാവേ രജിസ്ട്രേഷന് സമയം കഴിയാൻ പോവുകയാണ്, എൻ്റെ മോനും എങ്ങനെയും പോകണം. അപ്പോൾ ഇവിടുന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡേറ്റ് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്ന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ജനുവരി 29 മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം 29 മുൻപേ ബർത്ത്ഡേ അവിടെ ആഘോഷിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ 29 മുൻപേ അവന് പോകാൻ പറ്റണമെന്ന് ഞാനിവിടെ നിയോഗത്തിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ ഒരുപാട് അവന് ഗൂഗിളിൽ വരികയും പിന്നെ 35,000 രൂപ പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പം അവൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഒരു 35,000 രൂപ ഇപ്പം ഒരു 2 മണിക്കൂർ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോഴാണ് എനിക്ക് ഇത് വന്നത്, ഏജൻറ്റ് വിളിച്ചത്, പെട്ടെന്ന് കൊടുത്താൽ നമുക്ക് 21 ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യുക, UK അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയാണ്, നല്ല ഏജൻറ്റാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ക്ലിനിക്കിൽ നിന്ന് അവർ പഞ്ച് ചെയ്താൽ പിന്നെ പുറത്ത് വിടില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ ഒരു 40,000 രൂപയുണ്ട്, അപ്പോൾ ആരോടും ചോദിക്കാണ്ടങ്ങ് കൊടുത്താലോ, അത് പോകുമോ, 35,000 കൊടുത്താൽ അത് പോകുമോ, മാതാവേ ഞാൻ എന്നെ ചെയ്യേണ്ട കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്, കൊന്തയുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു റൂമിൽ പോയിരുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ കൊടുക്കണോ വേണ്ടയോ, ആകെ ഇനി 2-3 മണിക്കൂറേ കഷ്ടിയുള്ളൂ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുകയാണ്,
കൊടുത്തോ ഏതായാലും ഇത്രയെല്ലാം കഷ്ടപ്പെട്ടില്ല കൊടുക്കുക, രണ്ടും കൽപ്പിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവരോട് അനുവാദം ചോദിച്ച് ഞാൻ വണ്ടിയെടുത്ത് പെട്ടെന്ന് പോയി ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു 3:45 സമയം, ഇനി പണമിടപാടൊന്നും നടക്കുന്നതല്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ മോനൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ഒന്ന് ആ പൈസ അയക്കണം, 35,000 രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ട്, ഒന്നും അത് അല്ലെങ്കിൽ അവൻ്റെ ഭാവിൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞു അവരോട്. അപ്പോൾ അവർ പറഞ്ഞു DD ആയിട്ട് വേണമെങ്കിൽ അയക്കാൻ, വേറെ ഒന്നും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു അങ്ങനെ DD ആയിട്ട് അയച്ചാൽ മതി പറഞ്ഞു. അങ്ങനെ 15 മിനിറ്റ് കൊണ്ട് ഈ 35,000 രൂപയും അയച്ചു. അവർക്കവിടെ ഏജൻറ്റിന് കിട്ടി. അവർ പറഞ്ഞു ഇത് ഇൻ്റർവ്യൂ പാസ്സായാലും തോറ്റാലും ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ആ ഇൻ്റർവ്യൂവിൽ ഭയങ്കര ടെൻഷനായിരുന്നു, മമ്മി ആ പൈസ പോയോ. അപ്പം ഞാൻ പറഞ്ഞു മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, കൊച്ചൊന്നുകൊണ്ടും പേടിക്കണ്ട, ഇൻ്റർവ്യൂവിന് ഒരുങ്ങിക്കും. അപ്പോൾ അവൻ പറഞ്ഞു ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും ഇൻ്റർവ്യൂ. അപ്പം ഞാൻ പറഞ്ഞു നീ മാതാവിനെ ധ്യാനിച്ച് വിശ്വസിച്ച് ഒക്കെ എനിക്ക് മമ്മി നന്നായി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാനും എന്നും നടക്കുമ്പോഴെല്ലാം മാതാവേ നാളെ കൊച്ചിന് ഇൻ്റർവ്യൂ ആണ്, അപ്പോൾ നീ തന്നെ നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂവിനെല്ലാം പ്രിപ്പറേഷനായി. അവനാകെ ടെൻഷനായി, ഇംഗ്ലീഷും സംസാരിക്കണം. അങ്ങനെ UK നിന്ന് അവർ 4 പേര് വീഡിയോ കോളായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു. 100 പേര് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, 100 പേര്. അങ്ങനെ 30 പേർക്കേ അവിടെ സീറ്റുള്ളൂ. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആണ് കിട്ടിയത്. അവൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ പാടെ തന്നെ പറഞ്ഞു, അവനെ വിളിച്ച് പറഞ്ഞു പാസ്സായിട്ടുണ്ട്. അങ്ങനെ കൊച്ച് UK പോയി. ജനുവരി 5 UK പോയി. പിന്നെ ജനുവരി 8 വെള്ളിയാഴ്ച അവിടെ എത്തി. ശനി ഞായർ റെസ്റ്റ്, തിങ്കളാഴ്ച ഡ്യൂട്ടിക്ക് കയറി. അതിനുശേഷം അവൻ 2 മാസത്തേക്കായിരുന്നു വീട് അവർ കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് വീട് തേടണം, അന്വേഷിക്കണം. അപ്പം കൊച്ചു വിളിച്ചു പറഞ്ഞു മമ്മി ഇവിടെ വീടിനെല്ലാം ഭയങ്കര പൈസയാണ്, ഒന്ന് പ്രാർത്ഥിക്കണം നല്ലൊരു വീട് കിട്ടാൻ. ഞങ്ങൾ 4 പേര് കൂടി ഒരു വീട് നോക്കുന്നുണ്ട്, നല്ലൊരു വീട് കിട്ടാൻ ഭയങ്കര റെൻ്റാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു വീട് കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഞാൻ പ്രാർത്ഥിച്ചു. കൊച്ചിനോട് ഞാൻ കാശുരൂപം കൊടുത്തുവിട്ടുണ്ടായിരുന്നു, ഉപ്പ് കൊടുത്തുവിട്ടില്ല. ഞാൻ പറഞ്ഞു കൊച്ചു ഉപ്പെല്ലാം കയ്യിലെടുത്തു, വീട് നോക്കാൻ പോകുന്ന വീടിൻ്റെ മുറ്റത്തോട്ട് കയറുമ്പം ഉപ്പ് വിതറിക്കണം, നല്ലതാണെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് സമ്മതമാക്കി പറയാൻ പറ്റണം. അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച്. ഹിന്ദു കുട്ടികളാണ് കൂടെയുള്ളത്, ഒരു ക്രിസ്ത്യൻ കുട്ടിയുണ്ട്, അത് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു അവരൊന്നും കാണണ്ട, ഉപ്പങ്ങ് വിതറിക്കോ, എന്നിട്ടങ്ങ് കയറി നോക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരു നല്ല വീട് കിട്ടി. അവനെ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ 2ാമത്തെ മോന് ആ കോഴ്സ് തന്നെയാണ് പഠിക്കുന്നത്. ഭയങ്കര വിഷമമാണ്. അവൻ ആദ്യത്തെ വർഷം കുറച്ച് ഉഴപ്പി. ചേട്ടൻ അവിടെ പഠിച്ച അതേ കോളേജിലാണ്, ചേട്ടനുണ്ടെന്നുള്ള രീതിയിൽ കുറച്ച് ഉഴപ്പി നടന്നു. അങ്ങനെ അവന് 2 വർഷം ഇപ്പം 2 വർഷം ജോലി ചെയ്യേണ്ട സമയമായി, ഇതുവരെയും പാസ് ഔട്ട് ആയിട്ടില്ല. ഓരോ പരീക്ഷയ്ക്കും പറയും മമ്മി ഞാൻ ഈ കോഴ്സ് നിർത്തി പോരുക, ഇത് ഭയങ്കര എനിക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, കൊച്ചും ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതിക്കോ, പാസ്സാവും. മമ്മി കുറേ പ്രാർത്ഥിച്ചതല്ലേ, ഇത് കുറേ ആയല്ലോ ഇത് പ്രാർത്ഥന തുടങ്ങിയിട്ട്, അവന് തീരെ വിശ്വാസമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നീ പരീക്ഷ എഴുതിക്കോ, കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല, അത്രയും പൈസ മുടക്കിയതാണ്. ഒരാൾ പഠിച്ചിറങ്ങണമെങ്കിൽ 9 ലക്ഷത്തിൻ്റെ അടുത്ത് രൂപേൻ്റെ അടുത്ത് ചിലവ് വരും കർണാടകയിൽ പഠിക്കണമെങ്കിൽ. അങ്ങനെ അവന് ഈ ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസമാണ് അവന് ഡേറ്റ് വരുന്നത്. അവന് പിന്നെ ബാക്കായ സബ്ജക്റ്റ് എഴുതേണ്ടത്. പെരക്കരക്കുള്ളിൽ വീട്ടിൽ വരികയും ചെയ്തു. അങ്ങനെ തിങ്കളാഴ്ചയാണ് ഹൗസ് വാമിങ് വെച്ചേക്കുന്നത്. അപ്പം ഞായറാഴ്ചത്തെ ചെറിയ പരിപാടിയും കഴിഞ്ഞിട്ട് ഒന്നും പഠിക്കാണ്ട് ഞായറാഴ്ച രാത്രി തന്നെ വീട്ടിൽ നിന്ന് പോയി. തിങ്കളാഴ്ച പോയി എക്സാം എഴുതി. ഞാൻ പറഞ്ഞു മാതാവേ നീ എങ്ങനെയെങ്കിലും ഈ വർഷം ഒന്ന് ജയിപ്പിക്കണം, കൊച്ചവിടെ നിന്ന് പോരും, അല്ലെങ്കിൽ മാതാവിൻ്റെ മുമ്പിൽ നിന്നൊരു മോന് നഷ്ടപ്പെട്ടു പോകും, വിശ്വാസം ഇല്ലാണ്ടായി പോകും, പിന്നെ ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ഒന്നും അല്ലാണ്ടായി പോകും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ തിരികെത്തിച്ച് ഇവൻ്റെ പരീക്ഷ കഴിയുന്ന സമയം വരെ ഞാൻ വീട്ടിൽ തിരികെത്തിച്ച് വെക്കുമായിരുന്നു. അത് ഒരു 3 പേരും എക്സാം എഴുതുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ആ എക്സാം പാസ്സായി. ഇനി ഇൻറ്റേൺഷിപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ആ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ എൻ്റെ മൂത്ത മോന് ഒരു തെറ്റായ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കത് പറ്റുന്നതായിരുന്നില്ല. അപ്പം അവൻ പറഞ്ഞായിരുന്നു മമ്മി ഇതിൽ നിന്ന് മാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു മമ്മി പ്രാർത്ഥിക്കുന്ന ആളല്ലേ ഒത്തിരി, മമ്മി പ്രാർത്ഥിച്ചിട്ട് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ വെച്ചിരുന്നു. ഇപ്പോൾ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് വേറെ വിവാഹം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് മാതാവിൻ്റെ ഒരു ഒറ്റ അനുഗ്രഹത്താൽ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും. പിന്നെ ഞാൻ ചെയ്യുന്ന ക്ലിനിക്കിൽ ഒരു മാതാവിൻ്റെ കാശുരൂപം കൊണ്ടും ഉപ്പ് കൊണ്ടും ഒത്തിരി അനുഗ്രഹം തൈലം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ക്ലിനിക്കിൽ ഒരു BCom പഠിക്കുന്ന ഒരു ചെറുക്കൻകുട്ടി തലവേദനയായിട്ട് വന്നു. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് അവനെ റെഫർ ചെയ്തു മെഡിക്കൽ കോളേജ്. അപ്പം മെഡിക്കൽ കോളേജിലോട്ട് പോകുമ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്നോട് അവൻ്റെ അമ്മ പറഞ്ഞു സിസ്റ്റർ ഇങ്ങനെ മോന് തീരെ വയ്യ, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് ആ മോനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടം, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. അപ്പം ഞാൻ എൻ്റെ മക്കളെ ഓർത്ത്. അപ്പം ഞാനിങ്ങനെ മക്കളെ ഓർത്ത് ഞാൻ വേഗം അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു
ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ മോനെ അവിടെ ഇരുത്തിയിട്ട് ആ ചേച്ചി ഇങ്ങോട്ട് വന്ന് ഞാൻ ആരും കാണാതെ എൻ്റെ കഴുത്തിലൊരു കൃപാസന മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇത് ആലപ്പുഴയിലുള്ള ഒരു കൃപാസന മാതാവിൻ്റെ സ്ഥലത്തുനിന്ന് കിട്ടുന്നൊരു കാശുരൂപമാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികൾ അധികം വിശ്വസിക്കുന്ന നിങ്ങളെ ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട്, ഒത്തിരി അനുഗ്രഹം കിട്ടുന്നുണ്ട്. ആ ചേച്ചീൻ്റെ വീട്ടിലെല്ലാം അമ്പലം ഉള്ളതാണ്, എനിക്കറിയാം. അതിന് മുന്നേ അവരെ അറിയാം. അമ്പലമൊക്കെ വെച്ച് പൂജിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു, ഇതൊക്കെ പറഞ്ഞാലങ്ങ് കേൾക്കുമില്ലെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു, ചേച്ചി ആരും കാണാതെ അവൻ്റെ ഡ്രസ്സില്ല, അവൻ്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം, കോഴിക്കോട് പോകുന്ന സമയത്ത് ഒന്നും വരില്ല, നമുക്കിതെല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആലപ്പുഴയിൽ പോയിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പോകും സിസ്റ്റർ, ഞാൻ എന്തായാലും വരും, പോകും, എൻ്റെ മോനെ കൂട്ടി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വൺ സൈഡ് പാരലൈസ് ചെയ്ത മോന് മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടെ ഓൺ ദ സ്പോട്ടിൽ തന്നെ സർജറി ചെയ്തു. ട്യൂമറായിരുന്നു, CA ആയിരുന്നു, അതിനെല്ലാം കീമോ ഒക്കെ ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മോൻ എന്നെ കാണാനും ഡോക്ടറെ കാണാനും കൂടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നടന്നു വന്നു, ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇച്ചിരി ദൂരം, ഇത്രയും ദൂരം 7 മണിക്കൂർ ഞങ്ങൾക്ക് യാത്ര ചെയ്യണം കോഴിക്കോട് നിന്ന് എത്തണേല. അപ്പോൾ കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് പോയി സാക്ഷ്യം പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൃപാസന മാതാവിൻ്റെ ഉപ്പ് കൊണ്ട് പിന്നെ എൻ്റെ മോന് ഒത്തിരി യാത്ര ചെയ്യുന്ന ആളായിരുന്നു. യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾ ഇവിടെ ജോലി ചെയ്യുമ്പം. അപ്പോൾ അവനിങ്ങനെ ഒരു ദിവസം കർണാടക കൂട്ടുകാരൊക്കെ ആയിട്ട് പോവുക. അപ്പോൾ കർണാടകയിലെ പോലീസുകാർ ഭയങ്കര റഫായിട്ട് പെരുമാറുന്നു. അപ്പോൾ ഇവരെ തടഞ്ഞു നിർത്തി. ഇവനാണ് ഇച്ചിരി മുടി നിന്നിട്ട് ഇയാളായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ദേഷ്യം വന്നു പറഞ്ഞു, നീ ഹെൽമെറ്റ് മാറ്റാടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷൗട്ട് ചെയ്തു. അപ്പം തന്നെ ഇവൻ എന്നെ വിളിച്ചു, മമ്മി ഇവിടെ പോലീസ് തടഞ്ഞു വെച്ചിട്ടുണ്ട്, ഭയങ്കര പ്രശ്നം. ഞാൻ ചോദിച്ചു എന്താ? ഒന്നുമില്ല, ഇവർ വെറുതെ ഒരു കാരണമില്ലാണ്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുക, നിങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ച് ഷൗട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊച്ചു മാതാവിനോട് പ്രാർത്ഥിച്ച് ഒന്നുമില്ല, അവർ കടത്തി വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ മൊത്തം ഹെൽമെറ്റ് നോക്കുന്നു, ബാഗ് നോക്കുന്നു, ആരോ എന്തോ കടത്തുന്നുണ്ടെന്നിട്ട് ഇവർക്ക് അറിവ് കിട്ടി. അങ്ങനെ ഇവൻ്റെ എല്ലാം പരിശോധിക്കും. അങ്ങനെ ഇവൻ്റെ പേഴ്സ് തപ്പി ഇങ്ങനെ പൈസയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന് മുന്നേ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്ലാസ്റ്റിക് കൂടിയിലൊക്കെ കവറിൽ പൊതിഞ്ഞ് വെച്ച്. ഇവൻ സമ്മതിക്കുമല്ലോ, എന്നാലും മമ്മി വെക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉപ്പെടുത്ത് നോക്കി. എന്നിട്ട് ഉപ്പെടുത്ത് നോക്കിയിട്ട് പോലീസുകാർ ഭയങ്കര റഫായിട്ട്, എന്താടാ ഇതിനകത്ത് MDMA ആണോ, നിന്നിപ്പം ഞാൻ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൊച്ചു പറഞ്ഞു, സാറേ ഇത് MDMA ഒന്നുമല്ല, എൻ്റെ മമ്മി കൃപാസനത്തിൽ പോയിട്ട് അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു ഉപ്പാന്ന് പറഞ്ഞു. എന്ത് ഉപ്പ്? ഇത് ഉപ്പാണ് പേഴ്സിൽ കൊണ്ടു കിടക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ അത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഉപ്പാണ് സാറ്. അപ്പം ആ സാറ് എടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ട് നോക്കിയിട്ട് രുചിച്ച് ഇങ്ങനെ ഉപ്പ് വായിലിട്ട് നോക്കിയെന്ന് പറഞ്ഞു. വേഗം തുപ്പിക്കളഞ്ഞെന്ന് പറഞ്ഞു. എന്നാൽ വേഗം പൊക്കമെന്ന് പറഞ്ഞു. അങ്ങനെ കടത്തി വിട്ടു. അന്നേരം എന്നെ കൊച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മമ്മീൻ്റെ ഉപ്പ് ഏതായാലും ഞങ്ങളെ രക്ഷിച്ച്, ഞങ്ങളെ കടത്തി വിട്ടു എന്നങ്ങനെ ഒന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ തുടയിൽ ഒരു ജന്മന ഉണ്ടായിരുന്നൊരു മറുക് പോലെ സാധനം ഉണ്ടായിരുന്നു. അത് ഒരു കാലത്ത് ചൊറിച്ചിൽ പോലെ ഇങ്ങനെ വന്നിട്ട് വലിയ മറുകുകൾ പേടിക്കണമെന്ന് നമ്മൾ ഡോക്ടേഴ്സ് പറയും, ക്യാൻസറൊക്കെ ആയിട്ട് ബാധിക്കുമെന്ന് പറയും. അതുപോലെ ഒരു വ്രണം പോലെ ഇങ്ങനെ ചൊറിഞ്ഞ് ഞാൻ തന്നെയാണ് ചൊറിഞ്ഞ് പൊട്ടിച്ചത്, വലിയ വ്രണമായി. അപ്പം ഞാൻ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു കൊടുത്തപ്പോൾ മാഡം പറഞ്ഞു, ഇത് ബയോപ്സി ചെയ്യണം. ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്ന ഡോക്ടർ തന്നെയാണ്, ഇത് ബയോപ്സി ചെയ്യണം. ഒരു ദിവസം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, കോളേജിലോട്ട് വാ, നമുക്കത് ചെയ്യണം, ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ലെന്നാണ്. അപ്പം ഞാനത് കേട്ടപ്പോൾ അതുവരെ എനിക്കതൊന്നും തോന്നിയില്ല. മേഡം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷനായി. അപ്പം ഞാൻ വേഗം വീട്ടിൽ ചെന്നിട്ട് ഉപ്പും തൈലും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഞാൻ എൻ്റെ തൊടയെ പറ്റിപ്പോൾ അവിടെ ഒരു പാട് പോലുമില്ല. അത്രയും മാതാവ് നൽകി അനുഗ്രഹിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ച ഞാൻ 12ഓളം വീടുകളിൽ കയറി രോഗികളെ സന്ദർശിക്കും. അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും. മെഡിസിനൊക്കെ സാമ്പിളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ പത്രം വീടിൻ്റെ അടുത്തും പള്ളിയിൽ പോകുമ്പോൾ കുറച്ച് കൊടുക്കും. രാവിലെ ജോലിക്ക് പോകുന്നതുകൊണ്ട് വീടുകളിൽ കയറാൻ പറ്റുന്നില്ല. പിന്നെ ക്ലിനിക്ക് വരുന്നവർക്കെല്ലാം പത്രം കൊടുക്കും. ഞാൻ എൻ്റെ വിശ്വാസം കണ്ടിട്ട് 2-3 ഹിന്ദു കുട്ടികൾ നേഴ്സുമാർ ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാസം തന്നെ വരണമെന്ന് പറയുന്നുണ്ട്. എന്നോട് ചോദിക്കും എങ്ങനെ പോകാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്ന്. പിന്നെ വിശ്വാസ ജീവിതമാണേലും എല്ലാ ദിവസവും രാവിലെ 5:30 എണീക്കും. എപ്പോഴെങ്കിലും ഒരു ദിവസം എണീക്കാൻ വിട്ടുപോയാലും മാതാവിനോട് ക്ഷമ ചോദിച്ച് ഞാൻ എണീക്കുന്ന പാടെ പ്രാർത്ഥന ചൊല്ലും. പിന്നെ ഫോണിൽ ഏത് സമയത്തും കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന, അച്ഛൻ്റെ ടോക്ക് എല്ലാം വെച്ചുകൊണ്ട് ഞാൻ മാതാവിനോടുള്ള നന്ദി അറിയിക്കുന്നുണ്ട്. ഇതൊക്കെയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും ഉണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരുപിടി അനുഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ. ഒരുപാട് മക്കളെക്കുറിച്ചും ഒപ്പം തൻ വ്യക്തിപരമായിട്ട് ഉണ്ടായ അനുഭവങ്ങളുമൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സാക്ഷ്യത്തിലും എന്നതുപോലെ ഈ ഒരു സാക്ഷ്യത്തിൽ നമ്മളിവിടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഏറ്റവും അധികം സാക്ഷ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഡോക്ടർമാരും നഴ്സുമാരും അല്ലെങ്കിൽ ആ മെഡിക്കൽ ഫീൽഡുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ എല്ലാ സാക്ഷ്യത്തിലും എപ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഒരുപാട് റെഫർ ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഈ ഒരു മെഡിക്കൽ ഫീൽഡിനെ പഠിക്കാത്ത ഒരാളെക്കാളും കൂടുതൽ വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് അവർക്കറിയാം ഒരു മരുന്ന് കൊടുത്താൽ എത്ര നേരം കൊണ്ട് സുഖപ്പെടും, അല്ലെങ്കിൽ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് സുഖപ്പെടും, അല്ലെങ്കിൽ മരുന്ന് കൊടുത്തില്ലെങ്കിൽ എത്ര നേരം കൊണ്ട് അത് വേഴ്സ് ആവാൻ സാധ്യതയുണ്ട്.
അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഇതിന് സൗഖ്യം നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഡോക്ടർമാരുടെ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കാൻ വ്യക്തം. കാരണം അവർക്ക് അറിയാം ഇത് മരുന്നിനേക്കാൾ ഉപരിയുള്ള വേറെ എന്തോ ഒരു വലിയൊരു പ്രവർത്തനം മുകളിൽ നിന്ന് സംഭവിക്കണുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തി എത്തിക്കുവാനായിട്ട് നിങ്ങളുടെ കരങ്ങളിലല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ വിശ്വാസത്തോടെ നിൽക്കുന്ന വസ്തുവിന് സാധിക്കുന്നുണ്ടെന്നുള്ളൊരു അറിവ് എപ്പോഴും നമുക്കെപ്പോഴും നല്ലത്. ഇപ്പോൾ നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം ഒരു സാക്ഷ്യത്തിൽ പോലും ഈ ഉടമ്പടി തൈലവും റെഫർ ചെയ്യാതെ ഒരു സാക്ഷ്യം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ആരെങ്കിലും എടുത്തിട്ട് എങ്ങനെയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തൊന്നുമില്ല. പക്ഷേ എപ്പോഴാണ്, അതുകൊണ്ടാണ് ഉടമ്പടി തൈലം ആർക്കും കൊടുക്കരുതെന്നൊക്കെ പറയണത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്ത ആളെക്കുറിച്ച് നമ്മൾ കരുതുന്നത് ആ വ്യക്തി ഇപ്പോൾ ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള അയാൾ പുള്ളി കുമ്പസാരിച്ചതായിരിക്കും, കുർബാനയ്ക്ക് പോകുന്നതായിരിക്കും, പുള്ളിക്ക് ആരോട് ദേഷ്യവും വിരോധവും ഇല്ലാത്ത ആളായിരിക്കണം. അപ്പോൾ ഇങ്ങനെ വിശുദ്ധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ തൻ്റെ മുമ്പിൽ വരുന്ന ആർക്കോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്തവർക്കോ അല്ലെങ്കിൽ സൗഹൃദമുള്ളവർക്കോ വിശ്വാസത്തോടെ അത് പ്രയോഗിക്കുമ്പോൾ അതിന് സൗഖ്യമുണ്ട്. ഇവിടെ നിങ്ങൾ സാക്ഷ്യം പരിശോധിക്കുമ്പോൾ ഇത് അങ്ങനെ ലഭിച്ചു എന്ന് പറഞ്ഞ് മാത്രം ഒരു പരിചയമില്ലാത്ത ആളുകളെ പോലും ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞ അനുഭവമുണ്ട്. കാരണം അവർക്കും ബോധ്യമുണ്ട്. കാരണം ഡോക്ടർമാർ പറഞ്ഞു ഇനി മണിക്കൂറുകൾ മാത്രമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തിനെയും പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള. അപ്പോൾ അത്രയും ഒരു വ്യക്തിക്ക് ബോധ്യപ്പെട്ട് കിട്ടുന്നൊരു അനുഭവമാണ്. അതൊരു പക്ഷേ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതൊക്കെ രണ്ടാമത്തെ കാര്യം. കർത്താവ് പറഞ്ഞ പോലെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയണത് പോലെ. അപ്പം ഈ വ്യക്തികൾ ഇവിടെ ഇപ്പോൾ ഓരോരുത്തരും പറയുന്ന ഓരോ അനുഭവത്തിൽ ഇതുപോലെ മറ്റൊരു വ്യക്തിക്ക് കിട്ടിയ സൗഖ്യമാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരാൾക്കൊരു സൗഖ്യം കിട്ടുന്നത് എനിക്കും ആ വ്യക്തിക്കും ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ഒരു പക്ഷേ ഇവിടെ പറയുന്ന ഓരോ വ്യക്തികൾക്കും അങ്ങനെ ഒരുപാട്, ചില വ്യക്തികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് മാത്രം പറയാനായിട്ടുണ്ടാവും. വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ നടത്തുന്ന യാത്രയെക്കുറിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പ്രയോഗിക്കുവാനും പരിശുദ്ധ അമ്മയുടെ വലിയ ഉടമ്പടി വസ്തുക്കളെ ഓർത്തും നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും ഒപ്പം ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെ ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.